Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് ജംഗ്ഷനിൽ വാഹനാപകടം. നാഷണൽ പെർമിറ്റ് ലോറിയും ടിപ്പർ ലോറിയും കാറും 3 ഇരുചക്ര വാഹനങ്ങളുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു. വൈകുന്നേരം 6 മണിയോടെയാണ് അപകടം നടന്നത്. പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് ജംഗ്ഷനിൽ വാഹനാപകടം. നാഷണൽ പെർമിറ്റ് ലോറിയും ടിപ്പർ ലോറിയും കാറും 3 ഇരുചക്ര വാഹനങ്ങളുമാണ് കൂട്ടിയിടിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. കണ്ടോത്ത് ഭാഗത്തു നിന്നും വന്ന ടിപ്പർ ലോറി ബൈപ്പാസ് റോഡിലേക്ക് തിരിയവേ പിന്നിൽ നിന്നും വന്ന മീൻവണ്ടി ടിപ്പർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന കാറും 3 ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു. പയ്യന്നൂർ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചരക്ക് ലോറിയിടിച്ച കാൽനട യാത്രക്കാരൻ മരിച്ചു. മണ്ടൂരിലെ പി ശങ്കരനാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെ മണ്ടൂർ വില്ലേജ് ഓഫീസിന് സമീപം KSTP റോഡിലാണ് അപകടം നടന്നത്. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചരക്ക് ലോറിയിലിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ KSTP റോഡിൽ മണ്ടൂരിൽ വില്ലേജ് ഓഫീസിന് സമീപത്താണ് അപകടം നടന്നത്. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മണ്ടൂരിലെ പടിഞ്ഞാറ്റപ്പുര തിരുവർക്കാട് ഭഗവതി ക്ഷേത്ര സ്ഥാനികനായ പി ശങ്കരനാണ് മരിച്ചത്. താവത്തും പാപ്പിനിശ്ശേരിയിലും മേൽപ്പാലം അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ KSTP റോഡ് വഴി വലിയ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. ഇത് വകവയ്ക്കാതെയാണ് അപകടത്തിനിടയാക്കിയ ലോറി ഇതുവഴി വന്നത്. ദിവസവും നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഷോപ്പിലുണ്ടായി ശബ്ദം കേട്ട് നോക്കുമ്പോഴേക്കും വളരെ ദയനീയമായ രംഗം കണ്ടു. കാരണം ഒരു മനുഷ്യനെ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരാളെ ഒരു ലോഡിങ് വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി കയറി ഇങ്ങനെ അരച്ചുകൊണ്ട് പോയിരുന്നു. ആ രംഗം കാണുന്നത് നെടുക്കമുണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു. അതുകൊണ്ട് ആൾക്കാരെല്ലാം സ്തംഭരായിട്ട് ഇങ്ങനെ ചുറ്റി നിന്ന് നോക്കുക ചെയ്ത് ആരും അടുത്തേക്ക് വരുന്നില്ല. പിന്നെ വീണ്ടും അതേ വണ്ടി തന്നെ ബോഡി എവിടെയാണ് ഉള്ളതെന്ന് ഈ എടി കൊണ്ട് ആൾ എവിടെയുള്ളതെന്ന് അറിയാതെ വീണ്ടും മൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആടേക്ക് പോയിട്ട് വണ്ടിക്ക് തട്ടിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യിക്കുന്നത്. അത്ര ഭീതിജനകമായ അന്തരീക്ഷമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിടുന്നു. പോലീസുകാർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഓടിക്കൂടി. പക്ഷേ എന്നാലും ശരീരം എടുത്ത് മാറ്റാൻ ആർക്കും ധൈര്യം കിട്ടുന്നില്ല. കാരണം എന്താണ് അവസ്ഥ, ഈ ഭീകരമായ അവസ്ഥയിൽ ആർക്കും തൊഴാൻ കഴിയുന്നില്ല. അപ്പോൾ കുറച്ചേക്ക് ആംബുലൻസ് വന്നു, ബോഡി നീക്കം ചെയ്തു. അത് പോലീസ് വന്നു, ഫയർഫോഴ്സ് വന്നു. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ജാഗ്രതയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ പിന്നെ ഈ റോഡിൻ്റെ ഈ നിരന്തരം ഉണ്ടാകുന്ന ഈ KSTP റോഡിൽ എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ട്. ഒന്ന് റോഡ് മുറിച്ചു കിടക്കാൻ കഴിയാത്ത അവസ്ഥ, വാഹനങ്ങളുടെ അമിത വേഗത, ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഈ റോഡ് സംവിധാനത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ ഭീതിയില്ല. ഒന്ന് മുറിച്ചു കിടക്കണം, എത്ര സമയം ഒരാൾ റോഡ് സൈഡിൽ കാത്തതിന് ഒന്ന് മുറിച്ചു കിടക്കണമെങ്കിൽ കുട്ടികളെയും കൂടി പൂട്ടിപ്പോകുന്നവർ, വൃദ്ധർ, അസുഖബാധിതർ, ഇങ്ങനെ നിരവധി ആളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ കഴിയാതെ വളരെയധികം പ്രയാസപ്പെടുകയാണ്. ജനത്തിരക്കേറിയ മണ്ടൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്നും അപകടം ഒഴിവാക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഗർഭിണിയായ ഭാര്യയെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് അംഗീകരിക്കാത്തതിൽ പ്രകോപിതനായ ഭർത്താവ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലേബർ റൂം അടിച്ചു തകർത്തു. കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ റാഷിദാണ് അക്രമം നടത്തിയത്. പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസും ആശുപത്രി സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി. ഗർഭിണിയായ ഭാര്യയെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് അംഗീകരിക്കാത്തതിൽ പ്രകോപിതനായ ഭർത്താവ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലേബർ റൂം അടിച്ചു തകർത്തു.
കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ റാഷിദാണ് അക്രമം നടത്തിയത്. പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസും ആശുപത്രി സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി. വെള്ളിയാഴ്ച രാത്രി 7:30 സംഭവം. മെഡിക്കൽ കോളേജ് ലേബർ റൂമിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച റാഷിദിന്റെ ഭാര്യയെ അവരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇയാൾ ബഹളം വെച്ചത്. നഴ്സിംഗ് ഓഫീസർ സനിലയെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും ലേബർ റൂമിലെ വാതിലുകളും ഫർണിച്ചറുകളും അടിച്ചു തകർത്ത് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് അധികൃതർ വിവരമറിയിച്ചത് പ്രകാരം പരിയാരം പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തിയ പോലീസുകാരും മെഡിക്കൽ കോളേജ് സുരക്ഷാ വിഭാഗം ജീവനക്കാരും ഏറെ പണിപ്പെട്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. അക്രമം നടത്തുന്നതിനിടെ പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ 15,000 രൂപയുടെ നാശനഷ്ടമുണ്ടായി. നഴ്സിംഗ് ഓഫീസർ കരിവെള്ളൂർ വടക്കുംപാട്ടെ സനിലയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് റാഷിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാൾ വേറെ ചില കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ആശുപത്രിയിൽ അക്രമം തടയൽ നിയമപ്രകാരം കടുത്ത വകുപ്പുകളാണ് റാഷിദിന് മേൽ ചുമത്തിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ഹെൽത്തി കേരള ക്യാമ്പയിൻ പയ്യന്നൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടെ ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിന് പയ്യന്നൂരിൽ തുടക്കമായി. ഗാന്ധി പാർക്കിൽ നടന്ന പയ്യന്നൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ടി.ഐ. മധുസൂദനൻ MLA നിർവഹിച്ചു. 10,000-ഓളം യോഗ ക്ലബ്ബുകൾ കേരളത്തിലുടനീളം സംഘടിപ്പിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം നൽകി ഇന്നുള്ള രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും രോഗപ്രതിരോധത്തിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ മാറ്റി എടുക്കുന്നതിനുമാണ് ആയുഷ് മിഷൻ വക ഇത്തരം യോഗ ക്ലബ്ബുകൾ ഒരുക്കണം, സംഘടിപ്പിക്കണം എന്ന് ആരോഗ്യരംഗത്തെ പ്രവർത്തകരെ നിശ്ചയിച്ചു. കേരളത്തിൽ 5,416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക്. ഈ 5,416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ഏറ്റവും ഫലപ്രദമായ നിലയിലുള്ള ബോധവൽക്കരണവും അതുപോലെ ഓരോ വ്യക്തിയിലും ഏതൊക്കെ രോഗങ്ങളുണ്ട് എന്നുള്ളത് പരിശോധിച്ച് കണ്ടെത്തി അതിനാവശ്യമായ രീതിയിലുള്ള പ്രതിവിധികൾ രൂപപ്പെടുത്തുന്നതിനുമാണ് ഈ മിഷനിലൂടെ മുഖ്യമായിട്ടും ഉദ്ദേശിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സാജിൻ എ.വി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി രമേശൻ, ലൈസാമ തോമസ്, പ്രീത കെ, അനസൂയ പി, OK ശശി, ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ ദീപ്തി DC, ഡോക്ടർ ജ്യോതി കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതിയ കാലത്തെ വെല്ലുവിളികളിലൊന്നായ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുക എന്ന ഉദ്ദേശവുമായി ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിൻ കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും സംഘടിപ്പിച്ച പരിപാടിയാണ് ഹെൽത്തി കേരള ക്യാമ്പയിൻ 2026. ജീവിതശൈലി രോഗങ്ങളാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിനെ പ്രതിരോധിക്കുന്നതിനായി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആയുഷ് മിഷൻ വകുപ്പ്, അതും പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ. ആനന്ദപൂർണമായ ജീവിതത്തെ ദുരിതത്തിലാഴ്ത്തുന്ന ജീവിതശൈലി രോഗങ്ങളെ ദൂരീകരിക്കാൻ ആരോഗ്യരംഗത്ത് ചുവടുകൾ ഉറപ്പിച്ചു മുന്നേറുന്ന കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും മുന്നോട്ട് വയ്ക്കുന്ന പരിപാടിയാണ് ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിൻ 2026. ശരിയായ ജീവിതശൈലി, ശരിയായ ആഹാരരീതികൾ, മാനസികമായ സുസ്ഥിതി എന്നിവയിലൂടെ രോഗപ്രതിരോധത്തിൽ ഊന്നിയുള്ള ആരോഗ്യ സംരക്ഷണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിതശൈലിജന്യ രോഗങ്ങൾ ഈ സമീപകാലത്തായിട്ട് നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം നമുക്ക് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആയുഷ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പലതരത്തിലുള്ള പരിപാടികൾ, ഉദാഹരണത്തിന് നമ്മുടെ ഔഷധസസ്യ പ്രദർശനം, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക,
അതുപോലെ ഈ പരിപാടി എന്ന് പറയുന്നത് ആയുഷ് വകുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ആയുർവേദം, യുനാനി, യോഗ ആൻഡ് നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോപ്പതി വകുപ്പ്, ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ വകുപ്പുകളും ചേർന്നിട്ടുള്ള കോമൺ ആയിട്ടുള്ള ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആയുഷ് വകുപ്പിലെ വിവിധ ചികിത്സാ വിഭാഗങ്ങളുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, സൗജന്യ രക്തപരിശോധന, നേത്രപരിശോധന, ഹെൽത്തി ഫുഡ് എക്സ്പോ, ബോധവൽക്കരണ ക്ലാസുകൾ, ഔഷധ സസ്യ പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിച്ചു. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ജീവിതശൈലീജന്യ രോഗങ്ങളെ അകറ്റി നിർത്തുക എന്ന ഉദ്ദേശമാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഈ ക്യാമ്പയിന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി രാമന്തളി കുന്നരു സ്വദേശിനി ശ്രീലക്ഷ്മി സാജന്റെ സ്പോർട്സ് യോഗ പ്രദർശനം ശ്രദ്ധേയമായി. 2 വർഷത്തോളമായി ശ്രീലക്ഷ്മി സാജൻ യോഗ അഭ്യസിച്ചു വരുന്നു. കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം ഹെൽത്തി കേരള ക്യാമ്പയിൻ പയ്യന്നൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്നതിന്റെ ഭാഗമായി കുന്നരുവിലെ ശ്രീലക്ഷ്മി സാജൻ അവതരിപ്പിച്ച സ്പോർട്സ് യോഗ പ്രദർശനം ശ്രദ്ധേയമായി. ഏഴിമല കേന്ദ്രീയ വിദ്യാലയം 3ാം തരം വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി സാജൻ 2 വർഷത്തോളമായി യോഗ അഭ്യസിച്ചു വരുന്നു. രാമന്തളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടത്തിവരുന്ന യോഗ പരിശീലനത്തിലൂടെയാണ് ശ്രീലക്ഷ്മി സാജൻ ഈ രംഗത്തേക്ക് എത്തിയത്. ചിറ്റാരിക്കോവിലിലെ ഷൈജു കെപിയുടെ ശിക്ഷണത്തിലാണ് ശ്രീലക്ഷ്മി സാജൻ യോഗ അഭ്യസിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഈ ദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും മലയാള ഭാഷയുടെ സവിശേഷതയെക്കുറിച്ചും മലയാള ഭാഷാ പാഠശാല സാരഥി ടി.പി. ഭാസ്കര പൊതുവാൾ. ഇന്ന് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. ഇന്ന് നമ്മോട് ചേരുന്നത് മലയാള ഭാഷാ പാഠശാല സാരഥി ടി.പി. ഭാസ്കര പൊതുവാളാണ്. 1952 ഫെബ്രുവരി 21 ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ 5 വിദ്യാർത്ഥികൾ വെടിയേറ്റ് മരിച്ച ദിവസമാണ്. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ച ദിവസം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃഭാഷ ബംഗാളി മതി, ഉറുദു വേണ്ട എന്ന് ഉറക്കെ ശബ്ദിച്ച ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ കിഴക്കൻ പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ, വിദ്യാർത്ഥികൾ തെരുവിൽ കിടന്ന് സമരം ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃഭാഷ മതി, മാതൃഭാഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നു, മരിക്കും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തെരുവിൽ കിടന്ന് മുദ്രാവാക്യം വിളിച്ചു വിദ്യാർത്ഥികൾ. നിഷ്കരുണം പാകിസ്ഥാൻ ഭരണാധികാരികൾ ഈ വിദ്യാർത്ഥികളുടെ നേരെ വെടിയുതിർത്തു. തെരുവിൽ കിടന്ന് മരിച്ചു 5 വിദ്യാർത്ഥികൾ. കേരളമൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഔദ്യോഗിക ഭാഷ മാതൃഭാഷയാക്കി. കർണാടകവും തമിഴ്നാടും തെലുങ്കുദേശവും എല്ലാം. പക്ഷേ നാം ഇന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നിയമമുണ്ട്, പക്ഷേ നമ്മുടെ അസംബ്ലിയിൽ MLAമാർ പോലും ചിലപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. കോടതിയിൽ ഇംഗ്ലീഷ്. നാം മാനസികമായി 100% ഇന്ന് അടിമകളാണ്. നമ്മുടെ മാതൃഭാഷയ്ക്ക് വേണ്ടി നമുക്ക് ശബ്ദിക്കാം. ശബ്ദിച്ചാൽ മാത്രം പോരാ, സമർപ്പണ മനോഭാവത്തോടുകൂടി മാതൃഭാഷയ്ക്ക് വേണ്ടി പോരാടണം, ആത്മാർത്ഥമായി പോരാടണം. ചുട്ടുപൊള്ളുന്ന വേനലിലും കുളിർമയായി അന്നൂരിൽ ഒരു മുന്തിരിത്തോട്ടം. അന്നൂർ സ്വദേശി പ്രദീപ് വെള്ളൂരിന്റെ വീട്ടുമുറ്റത്താണ് 100 മേനി വിളവുമായി മുന്തിരിവള്ളികൾ തളിർത്ത് നിൽക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥയിൽ മുന്തിരി കൃഷി ലാഭകരമാകില്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് പ്രദീപന്റെ ഈ വിജയം.
ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പത്തോ തേനിയിലോ അല്ല, പയ്യന്നൂർ അന്നൂരിലെ പ്രദീപ് വെള്ളൂരിന്റെ വീട്ടിലാണ്. ഇവിടെയാണ് ഈ മുന്തിരി വിളഞ്ഞു നിൽക്കുന്നത്. രണ്ട് വർഷം മുമ്പ് ഒരു ചെടി വാങ്ങാൻ പോയ സമയത്ത് പിന്നെ ആടെ കണ്ടിച്ച് വാങ്ങിയ 2 വള്ളി 2 ചെറിയ തെയ്യ വാങ്ങി വെച്ചതാണ്. 2 വർഷമായി ഇപ്പം വെച്ചിട്ട്. പിന്നെ അത് വളർന്ന് പന്തലിച്ച് നല്ലോണം വളർന്ന് ഇത് വന്നു. അപ്പം നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുത്തു. ഈ വർഷം ഒരു 2 മാസം മുമ്പേ എല്ലാം കട്ട് ചെയ്ത് ചെറിയ ഒരു നമ്മളെ വിരലിൻ്റെ വണ്ണമുള്ള തണ്ട് മാത്രം വെച്ച് ബാക്കി എല്ലാ ഇലയടക്കം കട്ട് ചെയ്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞാലും പുതിയ തളിർപ്പ് വന്നു. അതിലാണ് ഇങ്ങനെയുള്ള കൊലകൾ വന്നത്. ഒരു 10-50ഓളം മുന്തിരി കൊലകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നട്ട സമയത്ത് പിന്നെ വേപ്പ് മുണ്ണാക്ക്, എല്ലുപൊടി, ചാണകം, ഈ സാധനമാണ് അടിവളമായി ഉപയോഗിച്ചത്. പിന്നീട് നമ്മൾ അടുക്കള വേസ്റ്റ്, അതായത് മീൻ, മത്സ്യങ്ങളെല്ലാം വാങ്ങുന്നത് ഇതിൻ്റെ വേസ്റ്റുകളെല്ലാം ഇടും. പിന്നെ പ്രത്യേകിച്ച് വേറെ വളപ്രയോഗമൊന്നും ചെയ്തിട്ടില്ല. ആതുര സേവനത്തിനായി ഒരു ക്ലിക്ക്. ജീവകാരുണ്യ മേഖലയിൽ പുതിയ മാതൃകയായി ഫോട്ടോഗ്രാഫർ ഷൈജു കോട്ടക്കുന്ന്. ഫോട്ടോ എടുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയാണ് ഷൈജു മാതൃകയാകുന്നത്. ചെറുതാഴത്തെ ഷൈജു കോട്ടക്കുന്ന് കഴിഞ്ഞ 10 വർഷമായി ഒഴിവു സമയം ചിലവഴിക്കുന്നത് ഫോട്ടോഗ്രാഫി മേഖലയിലാണ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ദിവസങ്ങളോളം യാത്ര ചെയ്താണ് ഫോട്ടോ എടുക്കുന്നത്. തെയ്യക്കോലങ്ങൾ, പ്രകൃതി ഭംഗി, അപൂർവ ഇനം പക്ഷികൾ എന്നിവയാണ് ഷൈജുവിന്റെ പ്രധാന ഫോട്ടോകൾ. ഇത്തരത്തിൽ നിരവധി ഫോട്ടോകൾ എടുത്തതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ദയ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകുവാൻ ഷൈജു തീരുമാനിക്കുകയായിരുന്നു. പിലാത്രയിൽ നടന്ന ചടങ്ങിൽ ദയ ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് ചെയർമാൻ MV രാജീവൻ എഡാട്ടെ സുബിൻ ടിപിക്ക് ഫോട്ടോ നൽകി ആദ്യ വിൽപ്പന നടത്തി. KC തമ്പാൻ മാസ്റ്റർ, MV സന്തോഷ്, രജിലേഷ് P എന്നിവർ സംസാരിച്ചു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ കൂടിയാണ് ഷൈജു കോട്ടക്കുന്ന്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പയ്യാവൂർ ശിവക്ഷേത്രത്തിലേക്ക് നെയ്യമൃത് സംഘം പുറപ്പെട്ടു. 62 വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ടത്തിന് മുന്നോടിയായാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നെയ്യമൃത് സമർപ്പിക്കുന്നത്. പൂർവികാചാരപ്രകാരം 62 വർഷത്തിന് ശേഷമാണ് നെയ്യമൃത് സംഘം പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നെയ്യമൃത് സമർപ്പണം നടത്തുന്നത്. ഒരു കാലത്ത് പ്രദേശത്തെ തറവാട്ടുകാർ വ്രതമെടുത്ത് 65 കിലോമീറ്റർ കാൽനടയായി ചെന്ന് പയ്യാവൂർ ഉത്സവത്തിൽ നെയ്യമൃത് സമർപ്പണം നടത്തിയിരുന്നു. 62 വർഷത്തിനു ശേഷം മടത്തുംപടി ക്ഷേത്രത്തിൽ കളിയാട്ടം നടത്താൻ തീരുമാനിച്ചപ്പോൾ പയ്യാവൂർ മഹാദേവന് പൂർവികാചാരമനുസരിച്ച് നെയ്യമൃത് സമർപ്പിക്കണമെന്ന് പ്രശ്നചിന്തയിൽ തെളിഞ്ഞതോടെയാണ് ഇത്തവണ നെയ്യമൃത് സമർപ്പണത്തിന് തറവാട്ടംഗങ്ങൾ തയ്യാറായത്. വെള്ളിയാഴ്ച സന്ധ്യയോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രം മേൽശാന്തി വാളെഴുന്നള്ളിച്ചു. ശനിയാഴ്ച രാവിലെയോടെ നെയ്യമൃത് സംഘം പയ്യാവൂരിലേക്ക് പുറപ്പെട്ടു. 23-ന് പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നെയ്യാട്ടവും അടിയിലൂണും കഴിഞ്ഞ് സംഘം പയ്യന്നൂരിലേക്ക് തിരിക്കും. മെയ് 7 മുതൽ 10 വരെയാണ് മടത്തുംപടി ക്ഷേത്രത്തിൽ കളിയാട്ടം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിമന്റും കമ്പിയും ആധിപത്യം പുലർത്തുന്ന നിർമ്മാണ രീതികളിൽ നിന്ന് മാറിക്കൊണ്ട് നിർമ്മിച്ച ഒരു വീട് പയ്യന്നൂർ അന്നൂരിൽ യാഥാർത്ഥ്യമാകുന്നു. ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ അന്നൂർ സ്വദേശിനി ഡോക്ടർ പ്രീതയ്ക്ക് വേണ്ടിയാണ് ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഈ പരിസ്ഥിതി സൗഹൃദ വീട് നിർമ്മിക്കുന്നത്. ഞാനിപ്പോഴുള്ളത് അന്നൂരിലാണ്. സാധാരണ കോൺക്രീറ്റ് വീടുകൾ കണ്ടു മടുത്ത നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് അന്നൂരിൽ നിന്ന് നമുക്ക് കാണിക്കുവാനുള്ളത്. പ്രകൃതി സൗഹൃദമായി മണ്ണും കുമ്മായവും അതുപോലെ വൈക്കോലും കൊണ്ട് നിർമ്മിക്കുകയാണ് അന്നൂരിലെ ഈ വീട്.
ഈ പ്രകൃതി സൗഹൃദ വീട് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് പ്രീത എന്ന് പറയുന്ന പറയണം, ചെന്നൈയിലാണ് അവർ സെറ്റിൽഡ്. അപ്പോൾ അവർക്ക് വെക്കേഷനിൽ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രീം ഹോമായിട്ട് ചെയ്യുന്നതാണ് ഇത്, മണ്ണോടുള്ള വീട്. അപ്പോൾ ഈ മണ്ണ് വീടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം? മണ്ണിന് നമ്മൾ നാച്ചുറലായിട്ട് എല്ലാം ഒരു തണുപ്പും എല്ലാ രീതിയിൽ ഒരു പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലുള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം? ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇതിന് വാർപ്പില്ല, ഇപ്പോൾ റൂഫ് ടൈപ്പാണ് ചെയ്യുന്നത്. ഇതിന് അപ്സ്റ്റെയറുണ്ട്. ഇത് ടോട്ടൽ ഇതിന് 2 ബെഡ്റൂമിലും പിന്നെ റൈഡിങ് സ്പേസ് കോർട്ട്യാർഡ്, ഏകദേശം ഒരു പ്രകൃതി ബ്ലെൻഡായിട്ടുള്ള ഒരു തീമിലാണ് നമ്മൾ ചെയ്ത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? നമുക്ക് നാച്ചുറൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം നമ്മൾ ഇതിൽ യൂസ് ആക്കും. ഇത് മാക്സിമം വേസ്റ്റ് മെറ്റീരിയലെല്ലാം വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കണ്ട സമയത്ത് മണ്ണ്, അതുപോലെ കുമ്മായം, വൈക്കോല്, ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ. അതും വേറെ സെപ്പറേറ്റ് ആയ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അത് കുഴച്ചുണ്ടയാക്കി. എങ്ങനെയാണ് അതിൻ്റെ പ്രവൃത്തി? ആദ്യം അത് നമ്മൾ 10 കൂട്ട മണ്ണെടുക്കും. അതിന് 1 വട്ടി കുമ്മായം വെച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ആക്കിയിട്ട് അത് ബബിൾ കണക്കി നമ്മൾ ഇത് ചവിട്ടി കുഴച്ച് വൈക്കോലെല്ലാം മിക്സാക്കി ചവിട്ടി കുഴച്ച് ബബിൾ കണക്കി ആക്കി വെക്കുന്നതാണ്. ഒരു 2 ദിവസം അതിന് നമ്മൾ വെക്കണം. എന്നാൽ അതിൻ്റെ വെള്ളമെല്ലാം വലിച്ചെടുത്ത് ലാസ്റ്റ് ഡ്രൈ ആയിട്ട് ഇതിൽ മറ്റേ വാളിലൊക്കെ രൂപയിൽ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇത് 2 ദിവസം ഡ്രൈ ആക്കാൻ പറ്റില്ലേ, അത് നേരെ വാൾ രൂപത്തിൽ നമ്മൾ ഇതാക്കും. അടിച്ച് പൊടിച്ച് നല്ല ശക്തിയായി അമർത്തി വാൾ രീതിയിലാവും. ഏകദേശം ഒരു 15 മിനിറ്റ് മതി നമുക്കത് സ്ട്രെക്റ്റായിട്ട് വെക്കാൻ. പിന്നെ ഇവിടെ തന്നെ മണ്ണ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഏത് സൈറ്റിൽ പോയാലും നമുക്ക് ആ മണ്ണിൻ്റെ ടെസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? നിർമ്മാണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും മറ്റ് വീടുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ? മറ്റ് വീടുകളെന്ന് ഇത് വേറെ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന, ഇപ്പോൾ എല്ലാവരും ഹോം ഒരു ഡ്രീം പ്രൊജക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവരും ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് റിസോർട്ടിന് പറയും. നമുക്ക് എന്തുകൊണ്ട് നമുക്കത് വീട് തന്നെ ആയിക്കൂടാ എന്ന ചിന്ത. കോൺക്രീറ്റ് വീടുകൾ കണ്ടുമടുത്ത നമുക്ക് ഇതൊരു കുളിർമയേറിയ കാഴ്ച തന്നെയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS തിരഞ്ഞെടുത്ത ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ മഹേഷ് PV സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS തിരഞ്ഞെടുത്ത ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ മഹേഷ് PV സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അടുത്ത 3 വർഷത്തേക്കുള്ള CDSന്റെ ഇലക്ഷൻ വളരെ ഭംഗിയായി നിർവഹിക്കുകയും 46 വാർഡിൽ നിന്നുമുള്ള CDS മെമ്പർമാർ ഇവിടെ ഒത്തുകൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. കുടുംബശ്രീ പ്രസ്ഥാനം ലക്ഷ്യം കാണുന്നത് പോലെയുള്ള സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലേക്ക് നമുക്ക് നല്ലതുപോലെ കടന്നു ചെല്ലാൻ സാധിക്കണം. നമ്മുടെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ CDS എന്ന് പറയുന്നത് മാതൃകാ CDS ആണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഏറ്റെടുത്ത് നടത്തിയതാണ് പയ്യന്നൂരിലെ CDS എന്ന് പറയുന്നത്. നമുക്ക് പുതിയ കാലത്തിന് അനുസൃതമായി കുടുംബശ്രീ പ്രവർത്തനം വിപുലീകരിക്കാനും നാട്ടിലെ പരമാവധി സ്ത്രീ സമൂഹത്തെ കുടുംബശ്രീയുടെ ഭാഗമാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, നഗരസഭ വൈസ് ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ മഹേഷ് PV സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈസ് ചെയർപേഴ്സൺ P ശ്യാമള, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ M രാമകൃഷ്ണൻ, സുമ ടീച്ചർ, VP മോഹനൻ മാസ്റ്റർ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, CDS ചെയർപേഴ്സൺ PP ലീല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS തിരഞ്ഞെടുത്ത ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. CDS ചെയർപേഴ്സൺ E വസന്ത ചുമതലയേറ്റു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS തിരഞ്ഞെടുത്ത ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. CDS ചെയർപേഴ്സണായി E വസന്ത ചുമതലയേറ്റു. വരണാധികാരി ചെയർപേഴ്സണ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വൈസ് ചെയർപേഴ്സൺ പ്രഭായം, മറ്റ് CDS അംഗങ്ങൾ എന്നിവർക്ക് ചെയർപേഴ്സൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MV രാജീവൻ, ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി EP അനിൽ ബാബു എന്നിവർ സംസാരിച്ചു. വരണാധികാരി സ്മിജേഷ് NK,
ഉപവരണാധികാരി രജനീഷ്, MV സുമേഷ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ജനപ്രതിനിധികൾ, ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, മിഷൻ സ്റ്റാഫ്, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടികൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ വിതരണം ചെയ്തു. ചന്തപുര സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടിയിലേക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ സംഭരിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റീൽ കണ്ടെയ്നർ വിതരണം നൽകും. അംഗൻവാടിക്ക് നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികളുടെ വിഹിതമായിട്ടെല്ലാം നമുക്ക് നമ്മുടെ അംഗൻവാടികൾക്ക് ആവശ്യമുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടങ്ങളുണ്ട്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഏതെങ്കിലും അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യത്തിൽ കൂടുതൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് BA കോമളവല്ലി, M നിഷ, ICDS സൂപ്പർവൈസർ BK സൗമ്യ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 28 അങ്കണവാടികൾക്കാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ പെരുമ്പ GMUP സ്കൂളിന്റെ 120ാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. TA മധുസൂദനൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. പയ്യന്നൂർ പെരുമ്പ GMUP സ്കൂളിന്റെ 120ാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. TA മധുസൂദനൻ MLA പ്രകാശനം നിർവഹിച്ചു. ചിത്രകാരൻ കലേഷ് കലയാണ് ലോഗോ തയ്യാറാക്കിയത്. വാർഡ് കൗൺസിലർ VKP ഇസ്മയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മോഹനൻ, വാർഡ് കൗൺസിലർമാരായ KV മനോജ് കുമാർ, NV രാജൻ, SMC ചെയർമാൻ VT രഞ്ജിത്ത്, സജിത കലേഷ്, CM വിനയചന്ദ്രൻ, K പവിത്രൻ, V പ്രമോദ്, ടെസി മരിയ, ദിബേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി അവസാന വാരം നടക്കും. ഏപ്രിൽ ആദ്യവാരം യാത്രയയപ്പ് സമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടക്കും. മൈലാഞ്ചി ഫെസ്റ്റ്, പഠനോത്സവം, സാഹിത്യോത്സവം, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം, വിവിധ കലാകായിക സാംസ്കാരിക പരിപാടികൾ എന്നിവ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കാർഷിക സർവകലാശാലയുടെ ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫെബ്രുവരി 22 മുതൽ നടക്കുന്ന ഫാം കാർണിവലിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കായി കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരവും നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വിനോദ, വിജ്ഞാന, കലാ സാംസ്കാരിക പരിപാടികളോടെ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 17 ദിവസം നീളുന്ന ഫാം കാർണിവലിന്റെ ഏകോപനത്തിനായി തിരുമുമ്പ് അഗ്രി ഹെറിറ്റേജ് ടൂറിസം സെന്ററിന്റെ കവാടത്തോട് ചേർന്നൊരുക്കിയ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഫാം കാർണിവലിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരവും നടന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ ഓഫീസിന്റെയും ക്വിസ് മത്സരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര മേധാവി ഡോക്ടർ T വനജ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ V നിഷാലക്ഷ്മി, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V മധുസൂദനൻ, റാനിയ ഷെറിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാതല ക്വിസ് മത്സരത്തിൽ കരിമ്പിൽ കുമ്പളപ്പള്ളി ഹൈസ്കൂളിലെ K അജുൽ 1ാം സ്ഥാനവും കൊടക്കാട് KMVHSലെ K ആദിഷ് ചന്ദ്രൻ 2ാം സ്ഥാനവും നേടി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.